ഇലക്ട്രീഷ്യൻ ട്രേഡിൻ്റെ പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രാൻസിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലൈനിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രമാണ് പഠിക്കാൻ പോകുന്നത്. ഇതോടുകൂടി നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ട്രാൻസിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വരയ്ക്കുവാനും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ പറ്റി പടിപടിയായി ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങൾ തിരിച്ചറിയുവാനും ട്രാൻസിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ലേഔട്ടും സിംഗിൾ ലൈൻ ഡയഗ്രവും വരയ്ക്കുവാനും സാധിക്കും. ഇലക്ട്രീഷ്യൻ ടൂൾ കിറ്റ് ആൻഡ് എക്യുപ്മെന്റ്സ് റിക്വയർഡ്. പവർ പ്ലാന്റും ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും വിസിറ്റ് ചെയ്തതിന്റെ ഹാൻഡ് നോട്ട് ഉറപ്പായിട്ടും കയ്യിലുണ്ടാവണം. ഡ്രോയിങ് ഷീറ്റ്, പെൻസിൽ, ഇറേസർ, സ്കെയിൽ, പേഴ്സണൽ സേഫ്റ്റി പ്രൊട്ടക്ഷൻസ്, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മൾ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുൻപ് AC പവർ സപ്ലൈ സിസ്റ്റത്തെപ്പറ്റി നമുക്കൊരു ബ്രീഫ് കേൾക്കാം. ഒരു പവർ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നുള്ള ഇലക്ട്രിക് പവറിന്റെ കൺവേയൻസ്, അതായത് കൺസ്യൂമേഴ്സിനുള്ളത്, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റം എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ പവർ സപ്ലൈ സിസ്റ്റത്തിൽ 3 മെയിൻ കോമ്പണൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ, ദ ട്രാൻസ്മിഷൻ സിസ്റ്റം, കൂടാതെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ജനറേറ്റിംഗ് സ്റ്റേഷൻ പാരലലി കണക്ട് ചെയ്തിരിക്കുന്ന 3 ഫേസ് ഓൾട്ടർനേറ്റീവ്സിലെയോ അല്ലെങ്കിൽ ജനറേറ്റേഴ്സിലെയോ അതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് പവർ, അതിനെയാണ് നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. സിംഗിൾ ലൈൻ ഡയഗ്രാം ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം. ട്രാൻസ്മിഷൻ സിസ്റ്റത്തെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് പ്രൈമറി ട്രാൻസ്മിഷൻ കൂടാതെ സെക്കൻഡറി ട്രാൻസ്മിഷൻ. ഹൈ വോൾട്ടേജ് പ്രൈമറി ട്രാൻസ്മിഷൻ, ദി ഇലക്ട്രിക് സപ്ലൈ, അതായത് 66 kV, 132 kV, 220 kV അല്ലെങ്കിൽ അതിൽ കൂടുതലോ അത് ലോഡ് സെന്ററിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. എങ്ങനെയാണ്? 3 ഫേസ് 3 വയർ ഓവർഹെഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം. ഹൈ വോൾട്ടേജ് സെക്കൻഡറി ട്രാൻസ്മിഷൻ, സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഏരിയകൾ ലൈൻ ഉപയോഗിച്ച് റിസീവിംഗ് സ്റ്റേഷനുകളുമായി കണക്ട് ചെയ്യുന്നതിനെയാണ് സെക്കൻഡറി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ലൈൻ ഡയഗ്രാം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കൂടാതെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, ഒരു സബ്സ്റ്റേഷനിൽ സെക്കൻഡറി ട്രാൻസ്മിഷന്റെ വോൾട്ടേജിന്റെ ലെവൽ എന്ന് പറയുന്നത്, അതായത് 66 kV അല്ലെങ്കിൽ 132 kV, അത് റെഡ്യൂസ്ഡ് ആവുന്നത് 11 kVയിലേക്കാണ്. എങ്ങനെയാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് വഴി. 3 ഫേസ് 3 വയർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഏതിലാണ്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ, അതായത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ നിന്ന്, അതായത് 11 kV അല്ലെങ്കിൽ 450 വോൾട്ട്സ്, അത് നൽകപ്പെടുന്നത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനിലേക്കാണ്. ഈ സബ്സ്റ്റേഷനുകൾ ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴും കൺസ്യൂമർ ഏരിയകളിലായിരിക്കും. അവിടെ ലെവൽ ഓഫ് വോൾട്ടേജ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെയാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് വഴി, അതായത് 450 വോൾട്ട്സ് അല്ലെങ്കിൽ 240 വോൾട്ട്സ്. ഈ ട്രാൻസ്ഫോമേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് എന്നാണ്. അതായത് 415 വോൾട്ട്സ് അല്ലെങ്കിൽ ഈ കാണുന്ന 240 വോൾട്ട്സ് ലൈൻ, ഈ ലൈനെയാണ് നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് 3 ഫേസ് 4 വയർ സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ലേഔട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ നമ്മൾക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം 3 ഭാഗങ്ങളായിട്ട്. ഫീഡർ, അതായത് സബ്സ്റ്റേഷൻസിനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായി കണക്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ലൈൻസിനെയാണ് നമ്മൾ ഫീഡേഴ്സ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, LT പവർ സപ്ലൈ എക്സ്ട്രാക്ട് ചെയ്യുന്ന ടാപ്പിങ്ങുകൾ, അതായത് ഫീഡർ ലൈനുകളിൽ നിന്ന് കൺസ്യൂമേഴ്സിലേക്ക്, അതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. സർവീസ് മെയിൻസ്, ഒരു നോർമൽ കേബിൾ, അതായത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും കൺസ്യൂമേഴ്സ് ലോ ടെർമിനലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സർവീസ് മെയിൻസ് എന്ന് വിളിക്കുന്നത്. എക്യുപ്മെന്റ്സ് ഇൻ സീക്വൻഷ്യൽ സ്റ്റേജസ് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം. എനിക്ക് തോന്നുന്നു നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഏകദേശ ധാരണയുണ്ടായിട്ടുണ്ടാവും. AC പവർ സപ്ലൈ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച്. നമുക്കിനി നമ്മുടെ പ്രാക്ടീസ് ആരംഭിക്കാം. ട്രാൻസ്മിഷനെക്കുറിച്ചും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെക്കുറിച്ചുള്ള ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാം വരച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇതിനായിട്ട് ഒരു ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും പവർ പ്ലാന്റും നമ്മൾ നേരിട്ട് പോയി വിസിറ്റ് ചെയ്യേണ്ടതാണ്. കൂടാതെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ സിസ്റ്റവും പവർ പ്ലാന്റും. ഇനി നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇതിന്റെ സീക്വൻഷ്യൽ സ്റ്റേജസ് ആണ്, അതായത് ട്രാൻസ്മിഷൻ കൂടാതെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ സിസ്റ്റത്തിന്റെയും. ഇനി ട്രേസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യുക പല തരത്തിലുള്ള എക്യുപ്മെന്റ്സിനെ കുറിച്ച്. ട്രാൻസ്ഫോമേഴ്സ്, ഫീഡേഴ്സ്, സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ഐസൊലേറ്റേഴ്സ്, CT ആൻഡ് PT എക്സെട്ര. അതായത് ജനറേഷനിൽ നിന്ന് കൺസ്യൂമർ പോയിന്റ്സിലേക്ക് ഏത് രീതിയിലാണ് സീക്വൻസ് ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം
എന്നിട്ടത് നന്നായിട്ട് നോട്ട് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ ഡീറ്റെയിലിംഗ് നന്നായിട്ട് എടുക്കുക. ടേബിൾ 1 ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനും ടേബിൾ 2 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനും. പവർ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി 11 kV അല്ലെങ്കിൽ 220 അല്ലെങ്കിൽ 500 kb ജനറേഷൻ വോൾട്ടേജ് സെറ്റപ്പ് ചെയ്യുക എന്നതാണ് ഇതിന്റെ ഫംഗ്ഷൻ. സർക്യൂട്ട് ബ്രേക്കർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 66 to 500 kilovolts. Isolate equipments for maintenance and changing the transformers. Bus bar metal conductors of copper. ഇത് യൂഷ്വലി ഒരു റെക്ടാങ്കുലർ ട്യൂബുലർ ബെയർ കോപ്പർ ബാറുകളായിരിക്കും. ഇൻസുലേറ്റേഴ്സിൻ്റെ സപ്പോർട്ടും ഉണ്ടാവും. സ്റ്റീൽ ടവർ എന്ന് പറയുന്നത് അയേണിൽ ഉണ്ടാക്കിയ ഡിഫറെൻറ്റ് ഷേപ്പുള്ള ആംഗിളുകളായിരിക്കും. കുറഞ്ഞത് 23 മുതൽ 30 മീറ്റർ വരെ ഹൈറ്റും ഉണ്ടായിരിക്കും. ഫംഗ്ഷൻ HT ആൻഡ് EHD ലൈൻ ഉണ്ടാക്കുന്നതിനു വേണ്ടി. പ്രൈമറി ഗ്രിഡ് ഇതിൻ്റെ ഹാൻഡിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 220 വോൾട്ട്സ് അല്ലെങ്കിൽ 66 കിലോവോൾട്ട്സ് ആൻഡ് മോർ. ഉപയോഗിക്കുന്നത് പ്രൈമറി ട്രാൻസ്മിഷൻ ലൈനുകളിലാണ്. ഫീഡർ കണ്ടക്ടർ വയേഴ്സ് ജനറേഷൻ സ്റ്റേഷനിൽ നിന്ന് ഒരു സബ്സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ലൈനുകളായിരിക്കും ഇത്, അതായത് പവർ ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ്. ഐസൊലേറ്റേഴ്സ് ഇത് സബ്സ്റ്റേഷന്റെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സർക്യൂട്ടിനെ ഐസൊലേറ്റ് ചെയ്യാനായി മാത്രമുള്ള ഒരു പ്രത്യേക ടൈപ്പ് സ്വിച്ച് ആയിരിക്കും ഇത്, അതായത് കറണ്ട് ഇന്ററപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമുള്ളത്. PT അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ഇത് സർക്യൂട്ടറിയിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതൊരു ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ ആണ്. ലോവർ വാല്യൂ കണക്കാക്കി ഹൈ AC വോൾട്ടേജിനെ അതിന്റെ പ്രൊപ്പോർഷണലായിട്ടുള്ള താഴ്ന്ന മൂല്യങ്ങൾ വഴി അളക്കുന്നതിനാണ് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നത്. CT അല്ലെങ്കിൽ കറന്റ് ട്രാൻസ്ഫോമർ ഇത് കറന്റ് കപ്പാസിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സെക്കൻഡറി സൈഡിലെ ലോവർ വാല്യൂ മെഷേഴ്സിനെ കണക്കാക്കി ഹൈ AC കറന്റിനെ മെഷർ ചെയ്യാനാണ് നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്, അതായത് സെക്കൻഡറി സൈഡിൽ. ടാപ്പ് ചേഞ്ച് എക്യുപ്മെന്റ് പ്രൊവൈഡഡ് HV സൈഡ് ലൈൻ വോൾട്ടേജിന് അനുസൃതമായി ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. കൺട്രോൾ പാനൽ റൂം സബ്സ്റ്റേഷന്റെ കപ്പാസിറ്റിയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. MCCBs, കൺട്രോൾ എക്യുപ്മെന്റ്സ്, മീറ്റേഴ്സ് അല്ലെങ്കിൽ അസംബിൾഡ് അല്ലെങ്കിൽ മൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റീൽ പാനൽസ്, അതായത് കൺട്രോൾ റൂമിൽ. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ 33 kV അല്ലെങ്കിൽ 11 kV to 415 അല്ലെങ്കിൽ 250 വോൾട്ട്സ്. 33 കിലോവോൾട്ട് അല്ലെങ്കിൽ 11 കിലോവോൾട്ടിന്റെ പ്രൈമറി വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്, അതായത് 415 അല്ലെങ്കിൽ 250 വോൾട്ടിന്റെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലേക്കാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. സർക്യൂട്ട് ബ്രേക്കർ സബ്സ്റ്റേഷന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സിസ്റ്റത്തിൽ എന്തെങ്കിലും ഫോൾട്ട് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി പവർ സപ്ലൈ കട്ട് ഓഫ് ചെയ്യുന്നു. ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് പവർ 18x10⁵ കിലോവാട്ട്. വാല്യുബിൾ എക്യുപ്മെന്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണിത്. ഓവർ ലൈറ്റ്നിങ് ഉള്ള സമയത്ത് ഓവർ വോൾട്ടേജിനെ അറസ്റ്റ് ചെയ്ത് ചാർജ് ചെയ്ത് എർത്ത് ചെയ്യുന്നതാണ് ഇതിന്റെ ഡ്യൂട്ടി. എയർ ബ്രേക്കർ സ്വിച്ചേഴ്സ് അല്ലെങ്കിൽ ഐസൊലേറ്റേഴ്സ് സബ്സ്റ്റേഷന്റെ കപ്പാസിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മെയിൻ്റനൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ടോ ഉള്ള എക്യുപ്മെന്റിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് മാനുവലി ഉപയോഗിക്കാൻ സാധിക്കും. ഇൻസുലേറ്റേഴ്സ് വോൾട്ടേജ് റേഞ്ചിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഗ്രൗണ്ട് സ്ട്രക്ചറിന് അനുസൃതമായി ലൈൻ കണ്ടക്ടേഴ്സും എക്യുപ്മെന്റ്സും ഡിഫറെന്റ് വോൾട്ടേജിൽ ഇൻസുലേറ്റ് ചെയ്യുക എന്നതാണ് ഇതിന്റെ ഡ്യൂട്ടി. കപ്പാസിറ്റർ ബാങ്ക് സബ്സ്റ്റേഷന്റെ കപ്പാസിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് പവർ ഫാക്ടറിനെ ഇംപ്രൂവ് ചെയ്യുന്നു. എർത്തിങ് ജനറലായിട്ട് 0 മുതൽ 6 ohm വരെയാണ്. ഇലക്ട്രിക്കൽ ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് സേഫ്റ്റി നൽകാനായി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫെൻസിംഗ് മോർ ദാൻ 1.8 മീറ്റർ. അനധികൃതമായി ആളുകളോ മറ്റ് മൃഗങ്ങളോ സബ്സ്റ്റേഷന്റെ കോമ്പൗണ്ടിൽ പ്രവേശിക്കാതിരിക്കാനാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ പാനൽ ഇതൊരു മെറ്റാലിക് ക്യാബിനാണ്. ഇത് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് MCCBs, കൺട്രോൾ എക്യുപ്മെന്റ്സ്, മീറ്റർ കൂടാതെ റിലേസും ഇത് കൺട്രോൾ റൂമിൽ ഉണ്ടാകും. CT അല്ലെങ്കിൽ കറന്റ് ട്രാൻസ്ഫോമർ കറന്റ് കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കറണ്ടിനെ നമ്മൾ ഒരു ഹയർ വാല്യൂവിൽ നിന്ന് ഒരു ലോവർ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഹൈ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണിത്. PT അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ് ഇത് സർക്യൂട്ടറിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പ്രപ്പോർഷനേറ്റ് ലോവർ വാല്യൂസിനെ കണക്കാക്കി ഹൈ AC വോൾട്ടേജിനെ മെഷർ ചെയ്യാനാണ് നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ഫീഡർ കണ്ടക്ടർ വയേഴ്സ്
ഇത് ഇലക്ട്രിക് ലൈൻസ് ആണ്. ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ജനറേഷൻ സ്റ്റേഷനിൽ നിന്ന് സബ് സ്റ്റേഷനിലേക്കാണ്. കൂടാതെ പവർ ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സുമാണ്. ഡിസ്ട്രിബ്യൂട്ടർ കൺസ്യൂമർ കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് ലൈനുകളായിരിക്കും. അതായത് റെസിഡൻഷ്യലും കമേഴ്ഷ്യലുമായ യൂസിന് വേണ്ടി നമ്മൾ പവർ സപ്ലൈ ടാപ്പ് ചെയ്യുന്നിടത്താണ് ഇത് ഉപയോഗിക്കുന്നത്. സർവീസ് മെയിൻസ് കൺസ്യൂമേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണക്കാക്കിയാണ് കേബിളിന്റെ ലെങ്ത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. പവർ റേറ്റിംഗ് നോക്കിയാണ് കേബിൾ കപ്പാസിറ്റി കണക്കാക്കുന്നത്. കൺസ്യൂമർ ലോഡ് ടെർമിനലിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഇടയിൽ കണക്ട് ചെയ്തിരിക്കുന്ന നോർമൽ കേബിളിനെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സർവീസ് ലൈൻസ് അല്ലെങ്കിൽ സർവീസ് മെയിൻസ്. എർത്തിങ് സിസ്റ്റം നമ്മൾ നോട്ട് ചെയ്യുക. എർത്ത് റെസിസ്റ്റൻസിന്റെ വാല്യൂസും നമ്മൾ കൃത്യമായി നോട്ട് ഡൗൺ ചെയ്തെടുക്കുക. ഏതൊക്കെ ഇൻസ്റ്റലേഷൻസ് ആണ് അല്ലെങ്കിൽ വയേഴ്സ് ആണ് ആവശ്യമെന്നുള്ളതും, അതായത് ലീസ്റ്റ് റെസിസ്റ്റൻസ് വാല്യൂവും ഇറഗുലർ വാല്യൂവും ഉള്ളത് നമ്മൾ എടുക്കുക. മുകളിലെ എക്യുപ്മെന്റ് ലിസ്റ്റിന്റെ സഹായത്തോടെ കൂടാതെ നമ്മൾ തയ്യാറാക്കിയ നോട്ട്സിന്റെയും സഹായത്തോടെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ സിസ്റ്റം, അതിനുശേഷം എക്യുപ്മെന്റ്സിന്റെ സീക്വൻസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. എന്നിട്ടൊരു സിംഗിൾ ലൈൻ ഡയഗ്രാം നമ്മൾ ഡ്രോ ചെയ്യുക. അതായത് നമ്മൾ വിസിറ്റ് ചെയ്ത ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെയും പറ്റി. ഒരു ടിപ്പിക്കൽ സിംഗിൾ ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്, അതായത് AC പവർ സപ്ലൈ സിസ്റ്റത്തിന്റെ, അത് നിങ്ങൾക്ക് കാണാം ഈ കാണുന്നത് പോലെ ഉണ്ടാകും. ആൻഡ് ഒരു ടിപ്പിക്കൽ സിംഗിൾ ലൈൻ ഡയഗ്രാം, അതായത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ, അത് ഈ കാണുന്നത് പോലെ ഒരു ഡയഗ്രാം ആയിട്ടായിരിക്കും ഉണ്ടാവുക. റീക്യാപ്പ്: നിങ്ങളിപ്പോൾ നിങ്ങൾ സന്ദർശിച്ച ട്രാൻസിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വരയ്ക്കുവാനും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങൾ തിരിച്ചറിയുവാനും ട്രാൻസിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ലേഔട്ടും സിംഗിൾ ലൈൻ ഡയഗ്രവും വരയ്ക്കുവാനും പഠിച്ചു കഴിഞ്ഞു. ഈ സെക്ഷനിലെ എല്ലാ കൺസെപ്റ്റ്സും നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെക്ഷനിൽ പുതിയ കൺസെപ്റ്റുമായി വീണ്ടും വരുന്നതുവരെ നന്ദി.